നമ്മുടെ ഹൃദയങ്ങൾ കീഴടക്കാനുള്ള കഴിവ് വളരെയേറെയുള്ള ഒന്നാണ് സിനിമകൾ. കഥകൾ, കഥാപാത്രങ്ങൾ, പാട്ടുകൾ, അങ്ങനെ സിനിമയുടെ എല്ലാ ഘട്ടങ്ങൾക്കും നമ്മളെ ആകർഷിക്കാൻ സാധിക്കാറുണ്ട്. ഇന്ന് അത്തരത്തിൽ ജനമനസ്സുകൾ പിടിച്ചെടുത്ത് ബോക്സ് ഓഫീസ് ഹിറ്റായി മാറിയ കുറച്ച് ഇന്ത്യൻ സിനിമകളിലൂടെ നമുക്കൊന്ന് കടന്നുപോയാലോ? വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ബോക്സ് ഓഫീസ് ഹിറ്റുകളായ ടോപ്പ് 10 ഇന്ത്യൻ സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കാം. 10ാം സ്ഥാനത്തുള്ളത് ഭയത്തെ ചിരി കൊണ്ട് മൂടിയ ഒരു ഹൊറർ കോമഡി മൂവിയായ സ്ത്രീ 2 ആണ്. ഒരു ചെറിയ ഗ്രാമത്തിൽ ചുറ്റിപ്പറ്റുന്ന പ്രേതത്തിൻ്റെ കഥ പറയുന്ന ഹൊററും ഹ്യൂമറും മികച്ച രീതിയിൽ ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന ഈ മൂവിയിൽ രാജ്കുമാർ റാവുവും ശ്രദ്ധ കപൂറുമാണ് ലീഡിംഗ് വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. വ്യത്യസ്ത ജോണർ കൂട്ടിയിണക്കുന്ന സിനിമകൾക്കും വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന് കാട്ടിത്തന്ന സ്ത്രീ 2 851.8 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. 9ാം സ്ഥാനത്തുള്ളത് അതിരുകടന്ന സ്നേഹത്തിൻ്റെയും നിരപരാധിത്വത്തിൻ്റെയും മാനവികതയുടെയും മനോഹരമായ കഥ പറയുന്ന ബജ്രംഗി ഭായ്ജാനാണ്. തൻ്റെ കുടുംബത്തെ നഷ്ടപ്പെട്ട ഒരു പാകിസ്ഥാനി പെൺകുട്ടിയെ സഹായിക്കുന്ന പവൻ എന്ന സൽമാൻ ഖാൻ്റെ വേഷം വളരെ ഹൃദയസ്പർശിയാണ്. കബീർ ഖാൻ സംവിധാനം ചെയ്ത ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ 858.8 കോടി രൂപയായിരുന്നു. 8ാം സ്ഥാനത്തുള്ളത് മനുഷ്യവികാരങ്ങളിലേക്കും സങ്കീർണമായ കുടുംബ ബന്ധങ്ങളിലേക്കും ആഴ്ന്നിറങ്ങുന്ന നമ്മളെ ത്രസിപ്പിക്കുന്നതുമായ ഒരു കഥ പറയുന്ന ആനിമലാണ്. സന്ദീപ് റെഡ്ഡി വങ്ക സംവിധാനം ചെയ്ത പ്രതികാരത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും കഥ പറയുന്ന ഈ സിനിമയിൽ രൺബീർ കപൂറാണ് നായകവേഷം കൈകാര്യം ചെയ്യുന്നത്. 908.6 കോടി രൂപയാണ് ഇതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ. 7ാം സ്ഥാനത്തുള്ളത് നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത സയൻസ് ഫിക്ഷൻ്റെയും ഇന്ത്യൻ പുരാണങ്ങളുടെയും മിശ്രിതമായ കൽക്കിയാണ്. ഈ ഇതിഹാസ ചിത്രം ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് കാഴ്ചവെക്കുന്നത്. അതിശയിപ്പിക്കുന്ന വിഷ്വലുകളും ത്രസിപ്പിക്കുന്ന സ്റ്റോറി ലൈനും വെച്ച് കാഴ്ചക്കാരെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ഈ സിനിമയുടെ കളക്ഷൻ 1010.8 കോടി രൂപയാണ്. 6ാം സ്ഥാനത്തുള്ളത് ഷാറൂഖ് ഖാൻ്റെ അതിഗംഭീരമായ ഒരു തിരിച്ചുവരവ് കാഴ്ചവെച്ച പത്താനാണ്. ദീപിക പദുകോൺ, ജോൺ അബ്രഹാം എന്നിവരുൾപ്പെടുന്ന ഈ ത്രില്ലർ അതിശയകരമായ വിഷ്വലുകളുള്ള ഒരു റോളർ കോസ്റ്റർ സവാരിയിലൂടെ ഓരോ കാഴ്ചക്കാരുടെയും കൂട്ടിക്കൊണ്ടുപോകും. സിദ്ധാർത്ഥ് ആനന്ദ് സംവിധാനം ചെയ്ത പത്താൻ ബോക്സ് ഓഫീസിൽ 1042.2 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. 5ാം സ്ഥാനത്തുള്ളത് അറ്റ്ലി സംവിധാനം ചെയ്ത ഷാറൂഖ് ഖാൻ നായകനായ ജവാനാണ്. ആക്ഷനെ നീതിയുടെയും സാമൂഹിക മാറ്റത്തിൻ്റെയും പ്രമേയങ്ങളുമായി സംയോജിപ്പിച്ച അവിസ്മരണീയമായ ഒരു സ്റ്റോറി ലൈനാണ് അതിനുള്ളത്. ഗംഭീരമായ ആക്ഷൻ സീൻസും മികച്ച താരനിരയും അതിനെ ഒരു വലിയ ഹിറ്റായി മാറാൻ സഹായിച്ചു. 1167.3 കോടി രൂപയാണ് ഇതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ. 4ാം സ്ഥാനത്തുള്ളത് ഒന്നുമില്ലായ്മയിൽ നിന്നും വന്ന് എല്ലാം കീഴടക്കുന്ന റോക്കി ബായ് എന്ന മനുഷ്യൻ്റെ കഥ പറയുന്ന KGF ചാപ്റ്റർ 2 ആണ്. പ്രശാന്ത് നീലിൻ്റെ സംവിധാനത്തിൽ യാഷ് നായകനായ ഈ സിനിമ ധൈര്യത്തിൻ്റെയും റിവഞ്ചിൻ്റെയും വീണ്ടെടുക്കലുകളുടെയും ഒക്കെ കഥ പറയുന്നതാണ്. കാണികളുടെ ഉള്ളിൽ ഒരു മാസ് ഫീൽ നൽകുന്ന ഈ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ 1176.5 കോടി രൂപയാണ്. 3ാം സ്ഥാനത്തുള്ളത് ഒരു ബ്ലോക്ക് ബസ്റ്റർ എന്നതിൻ്റെ അർത്ഥം തന്നെ പുനർനിർവചിച്ച സിനിമയായ RRR ആണ്. ഒരു ആക്ഷൻ പാക്കായ ഈ സിനിമ സ്വാതന്ത്ര്യ സമര സേനാനികളായ അല്ലൂരി സീതാരാമ രാജുവിനെയും കൊമരം ഭീമിനെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന സൗഹൃദത്തിൻ്റെയും കലാപത്തിൻ്റെയും തീവ്രമായ ഒരു കഥയാണ്. രാജമൗലിയുടെ സംവിധാനത്തിൽ രാം ചരണും ജൂനിയർ NTRും കേന്ദ്ര കഥാപാത്രങ്ങളായ ഈ സിനിമ ലോകത്താകമാനം അലയടിക്കുകയും 1250 കോടി രൂപ കളക്ട് ചെയ്യുകയും ചെയ്തു. 2ാം സ്ഥാനത്തുള്ളത് ഇതിഹാസ കഥയായ ബാഹുബലി 2
ദി കൺക്ലൂഷനാണ്. എസ് രാജമൗലി സംവിധാനം ചെയ്ത പ്രണയത്തിൻ്റെയും വിശ്വാസവഞ്ചനയുടെയും ധീരതയുടെയും മഹത്തായ ഈ കഥ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു അനുഭവമാണ് കാഴ്ചവെക്കുന്നത്. അവിസ്മരണീയമായ വിഷ്വൽസും മനസ്സിൽ പതിയുന്ന കഥാപാത്രങ്ങളും നിറഞ്ഞ ഈ സിനിമ 1742.3 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. ഒന്നാം സ്ഥാനത്തുള്ള ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ സിനിമ ദംഗലാണ്. ഗുസ്തി ചാമ്പ്യന്മാരാകാൻ എല്ലാ പ്രതിസന്ധികളോടും പോരാടുന്ന മഹാവീർ സിംഗ് ഫോഗട്ടിൻ്റെയും അദ്ദേഹത്തിൻ്റെ പെൺമക്കളുടെയും യഥാർത്ഥ ജീവിതയാത്രയാണ് ഈ ചിത്രം പറയുന്നത്. ആമിർ ഖാന്റെ ശക്തമായ പ്രകടനവും ഗേൾ പവറിന്റെ സന്ദേശവുമുള്ള ദംഗൽ വെറുമൊരു സിനിമ എന്നതിനപ്പുറം ഒരുപാട് ആളുകൾക്കുള്ള ഇൻസ്പിറേഷൻ കൂടിയാണ്. 1924.7 കോടി രൂപയാണ് ഈ ജനപ്രിയ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ടോപ്പ് 10 ബോക്സ് ഓഫീസ് കളക്ഷനുള്ള ഇന്ത്യൻ സിനിമകൾ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമ ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യൂ. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.